ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു യൂറോപ്പ് സന്ദർശിക്കാനൊരു അവസരം ലഭിച്ചു. ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളായിരുന്നു. ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടത് തന്നെ പാരീസിൽ വെച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം പാരീസിൽ ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നത് ഐഫൽ ടവർ, അതിനുശേഷം ലിയോ മ്യൂസിയം, പിന്നീട് സെൻ നദിയിലൂടെ ഒരു റിവർ ക്രൂയിസ്. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ ഡിസ്നി ലാൻഡ് കാണാൻ പോയി. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് പാരീസ് വെച്ചായിരുന്നു, പിന്നീട് യാത്ര അവസാനിച്ചത് സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള പല വിനോദസഞ്ചാരികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്രയിലുടനീളം ഞാൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. This is the first day of our Europe trip. We are starting. Behind is our hotel. So now I'll announce the schedule for the day. Now we are going to Eiffel Tower. Okay. Once we go there, you have a ticket included till second level. After Eiffel Tower, we will go for our lunch. After lunch, we'll enjoy our panoramic city tour with photo stops. After that, we have a Seine River cruise. After cruise, we'll go to the Indian restaurant for dinner and come back to the hotel. Okay? This is your day plan. Start with stadium. D means मतलब जैसे हम बोलते हैं फ्रांस का स्टेडियम. Start the France. ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഐഫൽ ടവറിൻ്റെ അടുത്തെത്തി. 1889 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ഐഫൽ ടവർ ഉദ്ഘാടനം ചെയ്തത്. ഈ ഗോപുരം നിർമ്മിച്ചത് ഗുസ്തേവ് ഐഫൽ എന്ന എഞ്ചിനീയറാണ്. 1987 1989 ഇടയിലുള്ള കാലയളവിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഐഫൽ ടവറിന് 3 നിലകളാണുള്ളത്. ഞങ്ങൾക്ക് കാണാനായിട്ട് 2 നില വരെയുള്ള പാസ് ആണ് ടൂർ ഗൈഡ് എടുത്തിരുന്നത്. ഞങ്ങൾ 2ാം നിലയിലേക്ക് ലിഫ്റ്റ് വഴിയാണ് ഞങ്ങളെല്ലാവരും കയറിപ്പോയത്. 2ാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ പാരീസിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു വശത്തുകൂടെ നമുക്ക് സെൻ നദി ഒഴുകുന്നത് കാണാം. ഐഫൽ ടവറിൻ്റെ ഉയരം ഏകദേശം 330 മീറ്ററാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് 3 നിലയാണുള്ളത്. അതിൽ 3ാമത്തെ നിലയിൽ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് പണി കഴിപ്പിച്ച എഞ്ചിനീയർ ഗുസ്തേവ് ഐഫലിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ വസതിയും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1ാം ലോക മഹായുദ്ധകാലത്ത് ഈ ടവർ ഒരു മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സെൻ്ററായിട്ട് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത് 18,000 ഇരുമ്പ് കമ്പികൾ 2.5 മില്യൺ റിവറ്റ് കൊണ്ട് കൂട്ടി യോജിപ്പിച്ചാണ്. ഇത് നിർമ്മിക്കാൻ 7000 ടൺ ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഐഫൽ ടവറിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലം കാണുന്നതിനായി പുറപ്പെട്ടു. एकदम at the top of this building you will see a statue of Apollo. Apollo जो था was the Greek god of music. उसके हाथ में he's holding a harp, musical instrument, a harp. बाकी सारे buildings like I said you see lot of offices, banks, hotels इसी main avenue पे. Andrew Lloyd Webber's play Phantom of the Opera जो एक book है, it's also a play. This is inspired by this building जो है हमारे सामने, the Opera House. जो आर्किटेक्ट के नाम से जाना जाता है एस पाले गार्नियर और द गार्नियर पैलेस. राइट हैंड साइड पे यू हैव द ब्यूटीफुल आईफिल टावर 1889 में जो बना था. इसको बनाने का मेन रीज़न ये था कि साल 1900 में यहाँ पे एक यूनिवर्सल एग्जीबिशन हुआ था और उसी एग्जीबिशन के लिए उन्होंने आईफिल टावर बनाया था.
उसे लगे 2 साल 2 महीने और 5 दिन कंप्लीशन के लिए। आईफिल टावर बना था तभी 320 मीटर्स के हाइट पे, ये दुनिया का सबसे ऊंचा बिल्डिंग था। उसके बाद क्राइसलर बिल्डिंग इन न्यूयॉर्क टुक ओवर। राइट साइड पे यू विल सी द रशियन ऑर्थोडॉक्स चर्च, द होली ट्रिनिटी चर्च, जिसके ऊपर यू कैन सी दीज बल्ब्स। दिस इज मेड आउट ऑफ 100 रियल गोल्ड लीव्स। आप सब राइट साइड पे देखिए। राइट साइड पे यू विल सी द गोल्डन कलर डोम मेड आउट ऑफ 13 किलोज ऑफ रियल गोल्ड। दिखा सबको? नहीं, कहाँ पर? राइट पे। राइट साइड, आपके राइट साइड पे, विंडो से राइट साइड पे देखिए। अच्छा, ये जो गोल्डन कलर का डोम है। ओह, हाँ जी। तो ये जो है इज द रेस्टिंग प्लेस ऑफ नेपोलियन बोनापार्ट। नेपोलियन बोनापार्ट का बॉडी इसी बिल्डिंग के अंदर दफनाया है। 1840 में जब उसका बॉडी लाया गया था सेंट हेलेना से, फिर उसके बाद यहीं पे दफनाया है। उसके सामने जो बिल्डिंग है विद द फ्लैग इज नोन एज म्यूजियम des Invalides, मीनिंग म्यूजियम ऑफ द इंजर्ड। ऐसा नाम दिया है क्योंकि पहले ये एक मिलिट्री हॉस्पिटल बनाया था यहाँ के राजा किंग लुई 14 ने, और अभी कन्वर्ट करके इसको मिलिट्री म्यूजियम बनाया है। राइट साइड पे ये जो बिल्डिंग है, ये दिस इज द फॉर्मर एयर फ्रांस ऑफिस। अभी रेनोवेट करके दे आर मेकिंग इट सम सॉर्ट ऑफ अ म्यूजियम एंड अ रेस्टोरेंट। You have Paris' biggest square, इसे कहते हैं कॉन्कॉर्ड स्क्वायर, क्योंकि ये पेरिस का सबसे बड़ा स्क्वायर है। दिस इज द प्लेस जहाँ पे उन्होंने डिसाइड किया था कि वी विल डू द एग्जीक्यूशंस ड्यूरिंग द फ्रेंच रेवोल्यूशन। साल 1792-93 में इसी स्क्वायर पे उन्होंने राजा किंग लुई 16, उनकी वाइफ मेरी एंटोनेट फ्रॉम वियना, दोनों का कत्ल, उनके 1400 सपोर्टर का कत्ल इसी स्क्वायर पे किया था जो हमारे सामने है। गिलोटीन मशीन सेटअप किया था जो डॉक्टर गिलोटीन ने डिजाइन किया था, और उनके 1400 लोगों का सर काटा था इसी स्क्वायर के ऊपर। उसके बाद 1833 में किंग मेहमद अली ऑफ इजिप्ट ने फ्रांस को ये पिलर गिफ्ट किया था। दिस पिलर हमारे सामने जो है इज नोन एज द ओबेलिस्क, 3300 ईयर ओल्ड पिलर। इस पे जो आप एनग्रेविंग देख रहे हैं, दिस इज नोन एज हेलियोग्राफी, द एंशिएंट इजिप्शियन स्क्रिप्चर। Everything that you see is the museum and -3 levels. Okay, so part of this from here to here used to be a fortress in the 12th century. Then they had expansion projects, और जो शुरू हुआ था as a fortress बाद में became the royal residence जहाँ पे राजा रानी रहते थे till the 1600s. यहाँ पे राजा रानी रहते थे till the 1600s, and then they shifted to Versailles 1 hour away from Paris. Then this was an extra building. उसके बाद French Revolution हुआ था, तभी they confiscated all the private art collections of other kings and queens property, और यहाँ पे लाने लगे। तभी से this became a museum in 1801. यहाँ पे सबसे famous painting is of the anybody knows? Mona Lisa. And the most that is at 1 billion euro insurance worth of the Mona Lisa. Small one put behind a bulletproof glass. And over here, everything that you see, there are more than say 5 lakh objects and more than 2 lakh paintings.
statues, tapestry, crockery, cutlery, everything, jewelry, everything is available in the museum. And कहते हैं एक एक चीज़ को 30 seconds देखो तो 9 महीने लग जाते हैं पूरे म्यूजियम देखने को. It's that big. All of this. और 1988 में this pyramid was made, which is the official entrance into the Louvre Museum. इसके पहले this used to be the idea was कि there was an architect, a Chinese origin American architect, 660 cubes. Can you see? उसको साथ में जोड़ के they've made this. और ये ग्लास का बनाया है to show the ancient and the modern world coexisting. 100 years of the French Revolution के लिए Eiffel, 200 years of the French Revolution के लिए they made this. And now this is the end. ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിൻ്റെ ഹൃദയഭാഗത്താണെന്ന് പറയാം. വൈക്കിങ്സിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫിലിപ്പ് രണ്ടാമനാണ് 12ാം നൂറ്റാണ്ടിൽ ഈ കോട്ട പണി കഴിപ്പിച്ചത്. വൈക്കിങ്സ് എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയയിൽ നിന്ന് വരുന്ന കടൽ കൊള്ളക്കാരാണ്. അതിനുശേഷം 12ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് ഒന്നാമൻ ഈ കൊട്ടാരം ഒരു രാജകൊട്ടാരമാക്കി മാറ്റി. അതിനുശേഷം ഈ കൊട്ടാരം കലകളുമായി ബന്ധപ്പെടുകയും ലൂയി 13, ലൂയി 14 എന്നീ രാജാക്കന്മാർ ഈ കൊട്ടാരം ഒന്നുകൂടി വിപുലീകരിച്ചു. തുടർച്ചയായി 5 നൂറ്റാണ്ടുകളിൽ ഈ കൊട്ടാരം ഒരു മ്യൂസിയമായി രൂപാന്തരപ്പെട്ടു എന്നാണ് പറയാം. പിന്നെ വിശ്വവിഖ്യാതമായ മൊണാലിസയുടെ ചിത്രം ഈ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ചിത്രം 1963 അമേരിക്കയിൽ ഒരിക്കൽ എക്സിബിഷന് കൊണ്ടുപോകേണ്ടതായി. അന്ന് ഇത് $100 മില്യൺ അമേരിക്കൻ ഡോളറിനാണ് ഇൻഷൂർ ചെയ്തത്. On the left hand side आपको दिखेंगे ब्यूटीफुल शैंडिलियर्स जो झूमर है पहले लेवल पे ऑफ द ओपेरा हाउस. हमारे बिल्कुल सामने इज द लग्जरी डिपार्टमेंट स्टोर गैलरी लाफायत. गैलरी लाफायत ऐसी जगह है जहाँ पे यू हैव ऑल द लग्जरी ब्रांड्स एक ही बिल्डिंग के अंदर. जैसे लंदन में यू हैव हैरिट्स, वैसे पेरिस में यहाँ पे है गैलरी लाफायत. सारे जो भी इंटरनेशनल ब्रांड्स है यू विल सी ओवर हियर. ലൂവർ മ്യൂസിയത്തിലെ കാഴ്ചയെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് പെർഫ്യൂം മ്യൂസിയത്തിലേക്കാണ്. പെർഫ്യൂം മ്യൂസിയത്തിൽ കാഴ്ചയെല്ലാം കണ്ട ശേഷം ഞങ്ങൾ പിന്നീട് പോയത് സെൻ നദിയിലെ റിവർ ക്രൂയിസിന് വേണ്ടിയാണ്.
സെൻ നദിയിലൂടെയുള്ള ഈ യാത്ര വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇരുവശങ്ങളിലും ചരിത്രപരമായും വാസ്തുശില്പപരമായും ധാരാളം കെട്ടിടങ്ങളും സ്മാരകങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 2 മണിക്കൂർ നീണ്ടുനിന്ന ഞങ്ങളുടെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഐഫൽ ടവറിൻ്റെ അടുത്ത് എത്താറായി. കാർമേഘങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐഫൽ ടവർ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ആ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ കാഴ്ചകളുമായി കാണും വരേക്കും നന്ദിയോടെ ശശിധരൻ.